കേരളത്തിലും വർഗീയ വിഭജനത്തിന് വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഈ സന്ദർഭത്തിൽ നടക്കുന്നുണ്ട് എന്ന് നാം വിസ്മരിച്ചുകൂടാ. ഈഴവരെയും മുസ്ലിമീങ്ങളെയും ക്രിസ്ത്യാനികളെയും തമ്മിലും തെറ്റിക്കുന്നതിന് വേണ്ടി കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ചില മാധ്യമങ്ങളുടെ അനുകൂലമായ സ്വഭാവത്തോടുകൂടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നത് നാം ഓരോരുത്തരും ഓർക്കേണ്ടതുണ്ട്. ആ കെണിയിൽ സമാധാനം ആഗ്രഹിക്കുന്ന ഒരാളും പെട്ടുപോകുവാൻ പാടില്ല. കാരണം നേതാക്കന്മാർ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വർഗീയത പറയുമ്പോൾ അണികൾക്ക് അവരെ തിരുത്താൻ സാധിക്കണം. കാരണം എന്താണെന്നോ, നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഒരു ഉത്തരേന്ത്യയല്ല. ഉത്തരേന്ത്യയിൽ ഓരോ ഗല്ലികളിലാണ് ഓരോ വിഭാഗങ്ങൾ താമസിക്കുന്നത്. എന്നാൽ കേരളത്തിലാകട്ടെ എല്ലാവരും ഒന്നിച്ചാണ് താമസിക്കുന്നത്, എല്ലാവരും ഒന്നിച്ചാണ് വിദ്യാഭ്യാസം നേടുന്നത്, എല്ലാവരും ഒന്നിച്ചാണ് കച്ചവടം നടത്തുന്നത്. ഇവിടെ എങ്ങാനും തീ പിടിച്ചാൽ എല്ലാവരും കത്തിച്ചാമ്പലാകുമെന്ന് നമ്മൾ ഓർക്കണം. ഇവിടെ എങ്ങാനും സ്ഫോടനങ്ങൾ ഉണ്ടായാൽ എല്ലാവരുടെ വീടും തകരുമെന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ എങ്ങാനും തെരുവുകളിൽ വർഗീയത അഴിഞ്ഞാടിയാൽ എല്ലാവരുടെ കച്ചവട കമ്പോള സ്ഥാപനങ്ങളും പൂട്ടേണ്ടി വരുമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ എങ്ങാനും കർഫ്യൂ പ്രഖ്യാപിച്ചാൽ എല്ലാവരുടെ ഉപജീവന മാർഗവും വഴിയാധാരമാകുമെന്ന് എല്ലാ മതവിഭാഗങ്ങളും ഓർക്കണം. ഇവിടെ എങ്ങാനും അസമാധാനത്തിന് തിരികൊളുത്തിയാൽ എല്ലാവരുടെ മക്കളുടെയും വിദ്യാഭ്യാസം നിലച്ചുപോകും എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മതത്തെ ദുരുപയോഗം ചെയ്യുന്നവർക്ക് ഒരുപക്ഷെ സ്വാർത്ഥമോഹങ്ങൾ നേടിയെടുക്കാനുണ്ടായേക്കാം. കോർപ്പറേറ്റ് ചങ്ങാത്തത്തിലൂടെ അവരുടെ തലമുറകൾക്ക് ജീവിക്കുവാനുള്ള സമ്പാദ്യം വെട്ടിപ്പിടിക്കാനായേക്കാം. എന്നാൽ മനസ്സിലാക്കുക, സാധാരണക്കാരനായ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഇതിന്റെ പേരിൽ അവസാനം വഴിയാധാരമാവുകയാണ് ചെയ്യുക. അവ തങ്ങളുടെ നേതാക്കന്മാർക്ക് വേണ്ടി ജയ് വിളിച്ച് കൊലവിളി നടത്തി അവസാനം തന്റെ അയൽവാസിയോട് തെറ്റി തന്റെ നാട്ടിൽ എല്ലാവരാലും വെറുക്കപ്പെട്ട് അവസാനം ഒന്നുമില്ലാത്തവനായി സാധാരണക്കാരി മാറുകയും നേതാക്കന്മാർ അതുകൊണ്ട് തടിച്ചു കൊഴുക്കുകയും അവർ അവരുടെ തലമുറകൾക്കുള്ള സമ്പത്ത് സമ്പാദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകുമെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് കേരളം ഒരിക്കലും വർഗീയതക്ക് വളം വെച്ചു കൊടുക്കരുത്.